അപ്പോൾ നമ്മളൊരു എക്സാമിൻ്റെ ആവശ്യത്തിനായിട്ട് മേരിഗിരി പബ്ലിക് സ്കൂളിലേക്ക് പോണ വഴിക്ക് ഉപ്പുകണ്ടത്ത് ഒരു കൃഷ്ണ ഹോട്ടലിൽ കയറിയായിരുന്നു. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള സ്പേഷ്യസ് ആയിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന മാതിരി ഒരു നോർമൽ ഹോട്ടൽ. അധികം ആളും തിരക്കൊന്നും കാണാത്തതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു കയറണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കയറിയത്. നമ്മളിവിടുന്ന് ഓർഡർ ചെയ്ത് 2 ചിക്കൻ ബിരിയാണി, ഒരു ഫിഷ് കറി മീൽസ്, ഒരു ഫിഷ് ഫ്രൈ അയിലയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഭയങ്കര ഹൈഫൈ സെറ്റപ്പ് ഒന്നുമല്ല, വളരെ നോർമലായിട്ടുള്ള നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഹോട്ടലും അതിൻ്റെ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റുമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയാം. ഫുഡ് ഇവിടുത്തെ നല്ല അടിപൊളി ഫുഡായി. വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ എടുത്തേക്കുന്നത്. ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് കിട്ടുന്ന രീതിയിലുള്ള മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു ബിരിയാണി. റൈസ് ആണെങ്കിൽ ജീരകശാല പോലെ ചെറിയ റൈസായിരുന്നു. ദം ബിരിയാണി പോലെയല്ല ഇരുന്നത്, റൈസും ചിക്കൻ ഗ്രേവിയും സെപ്പറേറ്റ് ആയി. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടിക്കൊണ്ടിരുന്ന ബിരിയാണിയുടെ സൈഡ് ഡിഷസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. സർലാസ്, അച്ചാറ്, പപ്പടം, മുട്ട. എനിക്ക് ഒരു നൊസ്റ്റു ഫീൽ ആയിരുന്നു അത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഊണ് കഴിച്ചയാൾ പറഞ്ഞത് വെച്ചിട്ട് നല്ല നാടൻ ഊണ്, ഫിഷ് കറിയൊക്കെ നല്ല തിക്ക് ഗ്രേവി ആയിരുന്നു. ഫിഷ് ഫ്രൈ ആണെങ്കിൽ നല്ല ഉപ്പും മുളകും മസാലയൊക്കെ ചേർത്ത് നല്ല മുരിഞ്ഞ ഫിഷ് സവാളയൊക്കെ ചേർത്താണ് സെർവ് ചെയ്തേക്കുന്നത്. ഇവർ സെർവ് ചെയ്ത വെള്ളം നല്ല ചൂടുള്ള ജീരകവെള്ളമായിരുന്നു. വേറെയും ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. പക്ഷെ കഴിച്ച സാധനങ്ങൾ വളരെ സൂപ്പറായിരുന്നു. സെർവിങ് രീതികളും അടിപൊളിയായിരുന്നു. കസ്റ്റമേഴ്സിനോടുള്ള അവരുടെ ഒരു ഇൻട്രാക്ഷനും അടിപൊളി. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തെ ചെറിയ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെ പെരുമാറുമോ അതുപോലെയൊക്കെ തന്നെ ഭയങ്കര ഹൈഫൈ ലുക്കും അടിപൊളി പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് മിസ്സാവാൻ സാധ്യതയുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.